അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ആട് ജീവിതമല്ല, ആള് മൊത്തത്തിൽ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വലിയൊരു ഫാമായിരുന്നു ആൾക്ക് നോക്കാണ്ടായിരുന്നു. റിയൽ ആയിട്ടുള്ള സ്റ്റോറിയിൽ ആക്ച്വലി നജീബിക്ക പറയണ്ടായിരുന്നു ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളത്. പക്ഷെ ഈ നോവലിലും സിനിമയിലാണ് കൂടെ ഒരു ആളെ കാണാം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആക്ച്വലി റോള് ചെയ്യാൻ? ന്യൂട്രൽ വെയിറ്റ് 55 64 കിലോഗ്രാം വരെ കൂട്ടി. പിന്നീടുള്ള സീനുകൾക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് പോയത് 44.6. ലാസ്റ്റത്തെ 15 ദിവസം വാട്ടർ ഡയറ്റ്. ആദ്യത്തെ 3 ദിവസം വെള്ളവും കാപ്പിയും മാത്രം കുടിച്ചിട്ട് വേറെ ഫുഡൊന്നും കഴിക്കില്ല. മസിൽ ഷ്രിങ്ക് ചെയ്യാന്നുള്ള അങ്ങനെയാണല്ലോ ആ കഥാപാത്രം. വെള്ളം മാത്രം കുടിച്ച് പിന്നെ വർക്കൗട്ടും ചെയ്യണം. ഭയങ്കര ഒന്നുമില്ലാണ്ടോ, ടയർഡാവില്ലേ? തലയിറങ്ങി വീണിട്ട് പിന്നെ അപ്പക്ക് മനസ്സിലായത് നമ്മളുണ്ടെങ്കിലല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. കുബൂസ് പച്ചവെള്ളത്തിൽ കൂട്ടിയിട്ട് കഴിക്കുന്ന. അയ്യോ, ശരിക്കും ഒരാള് ദുബായിലൊക്കെ പോയി കഷ്ടപ്പെടുന്ന ആളെ പോലെ തന്നെ നാട്ടിലോട്ട് ജീവിച്ചു. അപ്പോൾ അങ്ങനെ 15 ദിവസം കുറച്ച് കുളിക്കാതെയൊക്കെ നിന്നിട്ടുണ്ട്. മെന്റലി ഒക്കെ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവില്ല. വായലും മുകളിൽ മണ്ണ് കയറി പോണ ഇഷ്യൂസ് ഒക്കെ പിന്നെ കുറച്ച് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. മരുഭൂമിയിൽ രാവിലെ എക്സ്ട്രീം ഹീറ്റ് ആയിരിക്കും. 52 ആൻഡ് അബോവ് ഒക്കെ പോയിട്ടുണ്ട്. എക്സ്ട്രീം ഹീറ്റ് എന്ന് പറയുന്നത്. രാത്രി നൈറ്റ് ഷൂട്ടുകൾ ഉണ്ടാകുമ്പോൾ എക്സ്ട്രീം തണുപ്പായിരിക്കും. എന്റെ രാജ്യത്തിന്റെ ശരീരത്തിൽ ബോഡി ഫാറ്റ് എന്നുള്ളൊരു ഫാക്ടർ ഇല്ല. ആ ഫാക്ടർ ഉണ്ടെങ്കിലാണ് നമ്മളെ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ബോഡി ഫാറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മസിൽസ്. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിലില്ല. ജിമ്മിച്ചായനും കൂടി ആളും നമ്മൾ 3 പേരും ഇതുപോലെ കോസ്റ്റ്യൂം, ആ പൊടിക്കാറ്റൊക്കെ ഉള്ള സമയത്ത് കോസ്റ്റ്യൂമിന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോൾ ഇതൊക്കെ പൊടിക്കാറ്റ് നമ്മൾ ശ്വസിക്കുകയാണല്ലോ. അപ്പോൾ അവരൊക്കെ അനുഭവിച്ചതിന് 1% ഞാൻ അനുഭവിച്ചിട്ടുണ്ടാവുള്ളൂ. ഓരോ ആക്ടേഴ്സൊക്കെ ചെയ്ത് കുറെ ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഒക്കെ. ക്രിസ്ത്യൻ ബെയിലൊക്കെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്തയിൽ ജീവിക്കുന്ന ഒരാളാണ്. അവനെപ്പോഴും പ്രതീക്ഷയോടെ നിൽക്കുന്ന, സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തിയാണ് ഹക്കീം. ഓഡിയൻസിന്റെ റെസ്പോൺസും കാര്യങ്ങളായാലും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്രൂ മൊത്തം ഉണ്ടായിരുന്നു. നമുക്ക് അവർ ഹഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇമോഷൻസ് ഉണ്ട്. ഇന്ന് പ്ലസി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു യാത്രയാണ്. ചിലപ്പോൾ പേമാരികൾ പെയ്തേക്കാം, ചിലപ്പോൾ കുറെ കഷ്ടതകൾ ഇതിനൊക്കെ സഹിക്കേണ്ടി വന്നേക്കാം. ഇതിനൊക്കെ ഞാനുണ്ടാവും നിന്റെ കൂടെ, എല്ലാവരും നിന്റെ കൂടെ ഉണ്ടാവും. നീ ഉണ്ടോ ഈ യാത്രയ്ക്ക്? ഹായ്, ബിഹൈൻഡ് വിത്ത് സൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഫസ്റ്റ് മൂവിയിലൂടെ തന്നെ ഈ ഒരു ലോകം പിടിച്ച് കുലുക്കി എന്നൊക്കെ പറയാം അല്ലേ, ഗോകുലാണ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോ നല്ല വിശേഷങ്ങളാണെന്ന്. സിനിമ റിലീസായതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തൊരു ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഗുഡ് മൊമെന്റ് ആണ് ഇന്ന്. ജീവിതത്തിലുടനീളം ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഗുഡ് മൊമെന്റ് ആണ്, ഗ്രേറ്റ് മൊമെന്റ് ആണ്, പ്രൈസ്ലെസ് ആയിട്ടുള്ള മൊമെന്റ് ആണ് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം. കുറെ ഒരു വർഷത്തിന്റെ ഒരു കഷ്ടപ്പാടൊക്കെ ആയിരുന്നു ഈ സിനിമ. അതിന്റെ ഒരു റിസൾട്ട് ഇന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പം ഓഡിയൻസിന്റെ റെസ്പോൺസും കാര്യങ്ങളായാലും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓഡിയൻസ് ഇപ്പോ വനിതയില് തിയേറ്റർ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ തിയേറ്റർ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അവിടെ നമ്മുടെ ക്രൂ മൊത്തം ഉണ്ടായിരുന്നു. നമ്മുടെ രഞ്ജിത്തേട്ടൻ, മേക്കപ്പ് ആയിട്ട് രഞ്ജിത്തേട്ടൻ, റോബിൻ ഭായ്, അസോസിയേറ്റ് ആയിട്ടുള്ള പ്രശാന്തേട്ടൻ, അങ്ങനെ കുറെ പേര്, എല്ലാവരും വന്നിട്ട് ഒരു നമുക്ക് കിട്ടിയ ഹഗ്ഗിൽ കിട്ടുന്ന ഇമോഷൻസ് ഉണ്ട്. ഒന്നും പറയാതെ നമുക്ക് ഒരു ഹഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇമോഷൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഇമോഷൻസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, ചിലപ്പോൾ ചില നോട്ടങ്ങളിലൂടെയോ ചില ടച്ചിലൂടെയോ കിട്ടുന്ന കുറെ ഇമോഷൻസ് ഉണ്ട്. കുറെ അധികം പേര് ഒരു ചെറിയൊരു കണ്ണിന്റെ നനവോടുകൂടി വന്നിട്ട് സംസാരിക്കുമ്പോൾ അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമോഷണൽ ഫീലാണ്. അപ്പം ഞാൻ പറയട്ടെ, ഈ റിയൽ ആയിട്ടുള്ള സ്റ്റോറിയിൽ ആക്ച്വലി നജീബിക്ക പറയണ്ടായിരുന്നു ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളത്. പക്ഷെ ഈ നോവലിലും സിനിമയിലാണ് കൂടെ ഒരു ആളെ കാണാം. ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു? അതിപ്പോ ഈ ഒരു റോള് ചെയ്യുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ നോക്കാനായാലും നമുക്ക് അങ്ങനെ ഒരു ഒന്നുമില്ല. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആക്ച്വലി ഈ റോള് ചെയ്യാൻ? ആക്ച്വലി ഈ റോള് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ബ്ലസി സാറുടെ കുറെ ഇൻപുട്ടുകളും, ബ്ലസി സാർക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു എങ്ങനെ ആണ് ഈ ഒരു കഥാപാത്രം ഉണ്ടാവുക, ആ കഥാപാത്രത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുക. അവനെപ്പോഴും പ്രതീക്ഷയോടെ നിൽക്കുന്ന, സ്വപ്നങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണ് ഹക്കീം. എപ്പോഴും പ്രതീക്ഷയുണ്ട്. ഞാൻ ചിലപ്പം ദ വെരി നെക്സ്റ്റ് ഡേ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്തയിൽ ജീവിക്കുന്ന ഒരാളാണ്. ആ പെരിയോരെ പാട്ടിൽ തന്നെ, പാട്ട് പാടുമ്പോൾ തന്നെ പ്രതീക്ഷയുടെ ഒരു വെട്ടം എപ്പോഴും അവന്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റോള് ചെയ്യുമ്പോൾ എന്താ പറയാ, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഓഫ് കോഴ്സ് ഉണ്ട്. ആദ്യത്തെ ഒരു പോക്കിൽ നിന്ന് 3 വർഷം ഇത്രയും വേദനകളും യാതനകളും ഒക്കെ അനുഭവിച്ചിട്ട് അവൻ എത്തി നിൽക്കുമ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള കുറെ മാറ്റങ്ങൾ അവന് വേണ്ടി, അവന്റെ ചിലപ്പോൾ ശബ്ദം മാറിയിട്ടുണ്ട്. അവന്റെ എന്താ പറയാ, മൊത്തത്തിലുള്ള വൊക്കാബുലറി, ചെറിയൊരു വൊക്കാബുലറി മാറ്റമുണ്ട്. പിന്നെ അവന്റെ ശരീരം മൊത്തത്തിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ്, മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ചധികം മാനറിസംസ്,
അങ്ങനെയൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഹോംവർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് റിസർച്ചുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്? ഇതിനു വേണ്ടിയിട്ട് മരുഭൂമിനെ ബേസ് ചെയ്തിട്ട് കുറച്ചധികം പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മരുഭൂമിയുടെ ആത്മകഥ, ഈ അറേബ്യൻ സാൻഡ്സ്, ആൽഫ്രഡ് തെസിഗർ ഒക്കെ എഴുതിയ, വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. വായിച്ചോളൂ, നല്ലൊരു പുസ്തകമാണ്. അതുപോലെ കുറച്ച് സിനിമകള്, കാസ്റ്റവേ, ദ വേ ബാക്ക് എന്ന് പറഞ്ഞിട്ട്, റാബിറ്റ് പ്രൂഫ് ഫെൻസ്, പിന്നെ ജോർഡാനിൽ ചിത്രീകരിച്ച ദ്വീപ് എന്ന് പറഞ്ഞൊരു ഫിലിം. ഇതിലൊക്കെ ഡെസേർട്ട് ബേസ് ആയിട്ടുള്ള കുറെ സർവൈവൽ ത്രില്ലേഴ്സ് ആണ്. പിന്നെ ലാംനീസിന്റെ ഒരു സിനിമ ഉണ്ട് ഇതുപോലെ, ഒരു കോൾഡ് ആയിട്ടുള്ളൊരു, പേര് ഞാൻ മറന്നു, കോൾഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇതേപോലെ സർവൈവൽ ത്രില്ലർ ഉണ്ട്. മറ്റേ സ്നോയിലെ പെട്ടി കിടക്കുന്ന സൊസൈറ്റി ഓഫ് ദ സ്നോ. അല്ലല്ല, അതിന്റെ പേര് വേറെന്തോ, പേര് ഓർമ്മയില്ല. അങ്ങനത്തെ കുറച്ച് സിനിമകളൊക്കെ ഉണ്ട്. അതെ, അപ്പൊ ഇതിലൊക്കെ ഉള്ള ഒരു മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് ഉണ്ട് ഈ എല്ലാ സിനിമകളിലും. എല്ലാം അവർ പോർട്രേ ചെയ്ത കുറെ ഇമോഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്റെ നാട്ടില് നജീബിക്കെ പോലത്തെ ഒരു ആളുണ്ട്, മധുവേട്ടൻ എന്ന് പറഞ്ഞിട്ട്. ആള് ഇതേപോലെ ഈ ഒരു കാലഘട്ടത്തില് എന്റെ അതേ പ്രായത്തില് 18-ാം വയസ്സില് ഒരു, ഇപ്പൊ 24. അപ്പൊ ആളുടെ അടുത്തൊക്കെ പോയിട്ട്, ആള് ആടുജീവിതമല്ല, ആള് മൊത്തത്തിൽ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു, ഒരു വലിയൊരു ഫാം ആയിരുന്നു ആൾക്ക് നോക്കാണ്ടായിരുന്നു. അത് ഇതേപോലെ ദുബായിക്ക് പോവാൻ, അതെ, സൗദിയിൽ പോയിട്ട് ആൾ അവിടെ പെട്ട് അങ്ങനെ തിരിച്ച് ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോ ഇങ്ങനെ എല്ലും കോലൊക്കെ കെട്ടിട്ട് അവിടുന്ന് സർവൈവ് ചെയ്തൊരു സ്റ്റോറി. ഇപ്പൊ നാട്ടില് ബസ് ഡ്രൈവറാണ് മധുവേട്ടൻ. അപ്പോ അങ്ങനെ കുറെ ആളുകളുടെ കഥകൾ കേൾക്കുകയും അവരുടെ എക്സ്പീരിയൻസ് അറിയുകയും. അപ്പൊ ആ ചേട്ടന്റെ അടുത്ത് നേരിട്ട് പോയി സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ട്. ഈ പടം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാവരും പറഞ്ഞ കാര്യമാണ്, രാജുവേട്ടൻ കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടു, തടി കുറച്ചു. എന്നിട്ട് രാജുവേട്ടൻ തന്നെ ഒരു സ്റ്റേജിൽ വെച്ച് പറയണ്ടായി, എന്നെ മാത്രം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യരുത്, ഗൂഗിളിനെയും അപ്രീഷിയേറ്റ് ചെയ്യണം, കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ചേട്ടൻ ആക്ച്വലി എത്ര ഒരു വെയിറ്റ് ഒക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? ആക്ച്വലി ഫസ്റ്റ് ഷെഡ്യൂൾ ഇല്ലേ, ആ സമയത്ത് എന്റെ ഒരു ന്യൂട്രൽ വെയിറ്റ് എന്നൊക്കെ പറയുന്നത്, യൂഷ്വലി ഞാൻ ആ സമയത്ത് ആ ഒരു ഏജിൽ എന്റെ ന്യൂട്രൽ വെയിറ്റ് 55-56 ആ ഒരു കിലോഗ്രാംസ് ആണ്. ഏകദേശം ഈ ഒരു ഇങ്ങനത്തെ ഒരു സംഭവമാണ് ന്യൂട്രൽ വെയിറ്റ് എന്ന് പറയുന്നത്. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വെയിറ്റ് കൂട്ടുകയത് ഫസ്റ്റ് സീൻസിന് വേണ്ടിട്ട് 64 കിലോഗ്രാം വരെ കൂട്ടി ലാസ്റ്റ് എത്തിച്ചു. എന്നിട്ട് പിന്നീടുള്ള സീനുകൾക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് പോയത് 44.6. ആദ്യം കഷ്ടപ്പെട്ട് തിന്ന് കൂട്ടണു, പിന്നെ കുറയ്ക്കണു അല്ലേ? ആ തിന്നുന്ന ഫേസ് ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള ഫേസ് ആയിരുന്നു. എന്ത് വേണമെങ്കിൽ തിന്നാം, അൾട്ടിമേറ്റ് ഫ്രീഡം ആയിരുന്നു. പിന്നെയാണ് അതിന്റെ മൊത്തം ആ തിന്ന് ഉണ്ടാക്കിയ തടി കുറയ്ക്കാൻ ഉള്ള കഷ്ടപ്പാട് എടുത്തപ്പോഴാണ് ഈ തിന്നതൊക്കെ. എങ്ങനെയൊക്കെ വർക്ക്ഔട്ട് ചെയ്തായിരുന്നപ്പോ? ആ സമയത്തൊക്കെ നമ്മള് ഇതുപോലെ കുറച്ച് ഡയറ്റീഷ്യൻസിനും രാജുവേട്ടന്റെ ട്രെയിനർ ആയിട്ടുള്ള അജിത്തേട്ടനെയൊക്കെ കുറെ ഇൻഫോസ് ഒക്കെ ചോദിച്ചിട്ട് ഞാൻ ഓരോ മാസം ഒരു 4 മാസം പ്രയർ ആയിട്ട് നല്ല ഹാർഡായിട്ടുള്ള കുറയ്ക്കൽ തുടങ്ങി 4 മാസം പ്രയർ ആണ്. ഈ ഷൂട്ട് തുടങ്ങുന്ന 4 മാസം പ്രയർ. അതായത് ഫസ്റ്റ് മന്ത് ഒരു 1500 കാലറീസ് എന്നുള്ള രീതിയിൽ കറക്റ്റ് നോക്കി അളന്ന് ഫുഡ് മറ്റേ വെയിറ്റ് ഒക്കെ നോക്കി കഴിക്കാന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് മന്ത് 1000, തേർഡ് മന്ത് 500 ആയിട്ട്. പിന്നെ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി അത് എത്തിയിട്ടില്ല, കവിളൊക്കെ തടിച്ച കണ്ടപ്പോൾ കുറച്ചും കൂടി പുഷ് ചെയ്യണം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. നമ്മള് ബ്ലസ്സി സാറൊക്കെ കണ്ടപ്പോഴും ബ്ലസ്സി സാറും പറഞ്ഞു കുറച്ചും കൂടി പുഷ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു. അപ്പൊ അന്ന് ഇതേപോലെ ഒരു 15 ദിവസം, ലാസ്റ്റത്തെ 15 ദിവസം വാട്ടർ ഡയറ്റ്, അതായത് ആദ്യത്തെ 3 ദിവസം വെള്ളവും കാപ്പിയും മാത്രം കുടിച്ചിട്ട്, വേറെ ഫുഡൊന്നും കഴിക്കില്ല, വെള്ളവും കാപ്പിയും മാത്രം കുടിച്ചിട്ട് ജീവിച്ചു. അപ്പൊ 3-ാമത്തെ ദിവസം രാത്രി ഞാൻ കൊളാപ്സ് ആയിപ്പോയി, തലറങ്ങി വീണു വീട്ടിൽ തന്നെ റൂമില്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ബോധം വന്ന് എണീച്ച് ഒരു ഞാൻ അപ്സ്റ്റേഴ്സിൽ എന്റെ റൂം വീണ സമയത്ത് ആരും രാത്രിയാണ്, അതായത് ഒരു ലേറ്റ് നൈറ്റ് ഒരു 12 ഒക്കെ ആ സമയത്താണ് എന്റെ വർക്കിംഗ് പീരീഡ് എന്ന് പറയുന്നത്, ആരും ഡിസ്റ്റർബ് ചെയ്യാൻ ഇല്ലാത്ത സമയത്തൊക്കെ. അപ്പോ ആ സമയത്ത് വർക്കൗട്ടും ചെയ്യായിരുന്നു. ഞാൻ ഓടാനൊക്കെ പോയിരുന്നു. വർക്കൗട്ട് ജിമ്മായിട്ടുള്ള സംഭവങ്ങളല്ലല്ലോ, നമ്മൾ ഓടുക എന്നുള്ള, ഓടിയിട്ട് തടി കുറയ്ക്കുക, മസില് ഷ്രിങ്ക് ചെയ്യാന്നുള്ള ഒരു, അങ്ങനെയാണല്ലോ ആ കഥാപാത്രം. മസില് വരെ ഷ്രിങ്ക് ചെയ്ത് പോവാന്നുള്ളൊരു, അല്ല വെയിറ്റ് എടുക്കുമ്പോ യൂഷ്വലി മസിൽ ഗെയിൻ ചെയ്യാണല്ലോ ചെയ്യാ. ഇത് മസിൽ ഷ്രിങ്ക് ചെയ്യാന്നുള്ള രീതിയിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഓടാൻ പോകും, ഒരു 1 hour ഒക്കെ ഓടാൻ. വെള്ളം മാത്രം കുടിച്ച് പിന്നെ വർക്കൗട്ട് ചെയ്യണ്ട, ഭയങ്കര ഒന്നുമില്ലാണ്ടാവും, ടയർഡാവില്ലേ? ടയർഡാവും, തലയിറങ്ങി വീണിട്ട് പിന്നെ അപ്പയ്ക്ക് മനസ്സിലായി ഇത് നമ്മളുണ്ടെങ്കിലല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മള് ജീവനോടെ വേണമല്ലോ ഈ ഒരു കഥാപാത്രം ചെയ്യണമെങ്കിൽ.
അപ്പോൾ കുറച്ച് ജ്യൂസസും കാര്യങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടി തുടങ്ങി. ഉച്ചയ്ക്ക് കുബൂസ് പച്ചവെള്ളത്തിൽ കൂട്ടിയിട്ട് കഴിക്കുന്ന. അയ്യോ, ശരിക്കും ഒരാള് ദുബായിലൊക്കെ പോയി കഷ്ടപ്പെടുന്ന ആളെ പോലെ തന്നെ നാട്ടിലോട്ട് ജീവിച്ചു. അതെ, കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ അനുഭവിച്ച സാധനങ്ങള്, നജീബിക്കും ഹക്കീമൊക്കെ അനുഭവിച്ച കാര്യങ്ങള്, അതിന്റെ ഒരു ശതമാനമെങ്കിലും നമ്മൾ അറിയണ്ടേ. നമ്മൾ ആ കഥാപാത്രം സ്ക്രീനിൽ നമ്മൾ കാണിക്കണമെങ്കിൽ 1% അറിയണ്ടേ. 1%. അതെ, അപ്പോ അവരൊക്കെ അനുഭവിച്ചതിന് 1% ഞാൻ അനുഭവിച്ചിട്ടുണ്ടാവുള്ളൂ. സീരിയസ്ലി ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും. അപ്പോൾ അങ്ങനെ 15 ദിവസം കുറച്ച് കുളിക്കാതെയൊക്കെ നിന്നിട്ടുണ്ട്. കുളിക്കാതെ ഇപ്പൊ എന്താണ് അതിന്റെയൊക്കെ ഒരു ഫീല് എന്തായിരിക്കും കുളിക്കാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. മെന്റലി ഒക്കെ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവല്ലോ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മൾ കുറെ ഇൻസ്പിറേഷൻ ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഓരോ ആക്ടേഴ്സ് ഒക്കെ ചെയ്ത കുറെ ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഒക്കെ. ക്രിസ്ത്യൻ ബെയിലൊക്കെ മഷീനിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയും ആളായിരുന്നു എന്റെ ആപ്പിൾ ട്യൂണ ഡയറ്റ് ഒക്കെ എടുത്തിട്ട് ആളായിരുന്നു എന്റെ മെയിൻ ഇൻസ്പിറേഷൻ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് കേട്ടോ. പിന്നെ വേറൊരു സിനിമ ഫ്യൂരി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആക്ടർ, അതിൽ സപ്പോർട്ടിങ് ആക്ടർ, ഇതുപോലെ ആ ഷൂട്ടിംഗ് പീരീഡ് മൊത്തം വേൾഡ് വാറിൽ നിൽക്കുന്ന സൈനികർക്ക് കുളിക്കാൻ പറ്റില്ലല്ലോ, ആ പീരീഡ് മൊത്തം കുളിക്കാതെ. അപ്പൊ അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ. ചെറുപ്പം മുതൽ ഇങ്ങനത്തെ കുറെ പടങ്ങൾ കണ്ടിട്ട് വളർന്ന ഒരാളാന്ന് തോന്നുന്നു. ഒരു സിനിഫൈലാണ് ഒബ്വിയസ്ലി. അപ്പൊ അതിന് വേണ്ടിട്ട് കുറെ ഹാർഡ് വർക്കിംഗ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് മൂവിയിൽ തന്നെ ഇങ്ങനത്തെ ഒരു റോള് കിട്ടുമ്പോൾ അതിന് വേണ്ടി കുറെ വർക്ക് ചെയ്യണവും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഞാൻ നേരിട്ടത് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ രാജുവേട്ടനെ പിന്നെ കാണുന്നത്, രാജുവേട്ടൻ ഫുൾ ഡയറ്റ് ചെയ്തിട്ട് മാർച്ച് 15 സെറ്റിൽ വെച്ചിട്ടാ. കണ്ടപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഇൻസ്പിറേഷന്റെ കാര്യമൊന്നും ആവശ്യമില്ല, അങ്ങോട്ട് ആളെ കണ്ടാൽ മതിയായിരുന്നു എന്നുള്ള രീതിയില്. മൂപ്പരാൾ ഇതേപോലെ ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ. പിന്നെ ഞാൻ പറയട്ടെ, രാജുവേട്ടൻ ഇപ്പം ഈ പടം ഇറങ്ങണേക്കെ മുന്നേ പല ഇന്റർവ്യൂസും കൊടുക്കുമ്പോഴും ഗൂഗിൾ എവിടെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. എന്താ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്തു രാജുവേട്ടനെ അല്ലേ? ചെയ്തും തോന്നുന്നു. അതെ, ഇനിയിപ്പോ ഈ ടൊവിനോ രാജുവേട്ടൻ ഒരു കോംബോ അല്ലേ, ഇനിയിപ്പോ അടുത്ത് വരെ ഉണ്ടാവാ മേ ബി രാജുവേട്ടൻ ഗൂഗിൾ ഒരു കോംബോ ആയിരിക്കും. ആവട്ടെ, ആഗ്രഹമുണ്ട്. പിന്നെ അഫ്കോഴ്സ് രാജുവേട്ടനെ പോലുള്ള ടാലന്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അത്രയും ഒരു ആക്ടറിന്റെ ചെറുപ്പം മുതലേ ഞാൻ രാജുവേട്ടനെ കണ്ടിട്ട്, രാജുവേട്ടന്റെ സിനിമകൾ കണ്ട് വളർന്ന ഒരു വ്യക്തിക്ക് രാജുവേട്ടന്റെ കൂടെ ഇനിയും അഭിനയിക്കാൻ ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് അഫ്കോഴ്സ് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ പഠിക്കാൻ പറ്റില്ല കുറെ കാര്യങ്ങൾ. അതെ, ഒരു ഫസ്റ്റ് മൂവി തന്നെ ഇത്രയും വലിയൊരു ഹൈപ്പം തന്നെ ഒരു തുടങ്ങി എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പം സെറ്റിലായാലും ഇപ്പോൾ ഷൂട്ടിങ്ങിലായാലും ഒരുപാട് ചാലഞ്ചസ് വന്നിട്ടുണ്ടാകും. കാരണം ഓഫ്കോഴ്സ് നമുക്കെല്ലാം അറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അവിടെ ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടൊരു കാര്യം എന്തായിരുന്നു? ചലഞ്ചിങ് ആയിട്ട് അവിടുത്തെ കണ്ടീഷൻസ് തന്നെ, മരുഭൂമിയിലെ കണ്ടീഷൻസ് തന്നെ. ഇപ്പൊ മരുഭൂമിയിൽ രാവിലെ എക്സ്ട്രീം ഹീറ്റ് ആയിരിക്കും. നമ്മള് നോമ്പ് സമയത്തൊക്കെയാ അവിടെ പോയത്. അപ്പൊ നോമ്പ് എടുക്കണ്ട, നമ്മൾ ഓൾറെഡി നോമ്പിലാണല്ലോ. അപ്പൊ ആ നോമ്പ് സമയത്ത് അൾജീരിയയിലൊക്കെ നമ്മളെ ടിമിമോൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവിടെ ഷൂട്ട് ചെയ്തത്. അപ്പൊ അവിടെ 52 and above ഒക്കെ പോയിട്ടുണ്ട്, അവിടുത്തെ എക്സ്ട്രീം ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ അതില് ഇങ്ങനെ ഫുഡും കഴിക്കാണ്ട് തളർന്ന് അങ്ങനെ അഭിനയിക്കണം അല്ലേ? അപ്പൊ കൊറേയൊക്കെ റിയൽ ആയിരുന്നു. കുറച്ച് അഭിനയം പകുതി റിയലും ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിലൊക്കെ നിൽക്കുമ്പോൾ, പിന്നെ രാത്രി നൈറ്റ് ഷൂട്ടുകൾ ഉണ്ടാകുമ്പോൾ എക്സ്ട്രീം തണുപ്പായിരിക്കും നമുക്കുണ്ടാകുക. നമ്മുടെ ശരീരത്തിലാണെങ്കിൽ എൻ്റെ രാജുവേട്ടൻ്റെ ശരീരത്തിൽ ബോഡി ഫാറ്റ് എന്നുള്ളൊരു ഫാക്ടർ ഇല്ല. ആ ഫാക്ടർ ഉണ്ടെങ്കിലാണ് നമ്മളെ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ബോഡി ഫാറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മസിൽസ്. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിലില്ല. അപ്പോൾ അത് തണുപ്പിനൊക്കെ എൻഡ്യൂർ ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്താ പറയാ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു. ഇതേപോലെ ഒരു പൊടിക്കാറ്റ് എടുത്ത സമയത്തൊക്കെ നമ്മള് കഫൊക്കെ എടുക്കുമ്പോ ഉള്ളിൽ പിന്നെ കുറച്ച് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്റെ ഇടയിൽ. മൊത്തം ലങ്സ് മൊത്തം മണലാണെന്നൊക്കെ തോന്നി. അപ്പൊ അതിന് മരുന്നൊക്കെ തന്നിട്ടുണ്ട് രാജുവേട്ടനും. ബ്ലസ്സി സാറ് എനിക്ക് ഒരു മരുന്നൊക്കെ തന്നിട്ടുണ്ട്, ഉച്ചിച്ചിട്ട് ഫുള്ള് മണല് പോകുന്ന രീതിയിലുള്ള പോവാൻ വേണ്ടിട്ടൊക്കെ മരുന്നൊക്കെ. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഓഫ്കോഴ്സ് എല്ലാവർക്കും സെറ്റിലുകൾ എല്ലാവരും ഇത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കായിരിക്കും കൂടുതൽ, കാരണം ബാക്കിയുള്ളവരൊക്കെ കവർ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെയാണല്ലോ നിൽക്കുന്നത്. ഇപ്പൊ നമ്മള് കോസ്റ്റ്യൂമിൽ നിൽക്കുമ്പോ ജിമ്മിച്ചായനും ജിമ്മിച്ചായനും കൂടി ആളും നമ്മൾ 3 പേരും ഇതുപോലെ കോസ്റ്റ്യൂം, ആ പൊടിക്കാറ്റൊക്കെ ഉള്ള സമയത്ത് കോസ്റ്റ്യൂമിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോൾ ഇതൊക്കെ പൊടിക്കാറ്റ് നമ്മൾ ശ്വസിക്കുകയാണല്ലോ. അതൊക്കെ അതിന്റെ ഒക്കെ റിസൾട്ട് ആണെന്ന് കാണുന്നത്. പക്ഷെ ശരിക്കും എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് ഒരു എൻട്രി കിട്ടുന്നത്? എൻട്രി ഓഡീഷൻ വഴിയാണ്. +2 കഴിഞ്ഞ സമയത്ത് കോളേജിൽ ചേർന്ന സമയത്ത് ഇതേപോലെ ഒരു കലാജാഥ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി യൂണിയന്റെ കീഴില് എല്ലാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോളേജുകളിലും നാടകം, ഇതേപോലെ സ്കിറ്റ്, പാട്ട്,
ഡാൻസ് എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരു സർവകല. അതെ. അങ്ങനെ അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പ്, വലിയ ഗ്രൂപ്പ്. ശാന്തേട്ടൻ എന്ന് പറഞ്ഞൊരു കോഴിക്കോടുള്ള നാടകക്കാരനാണ് ഇത് ഡയറക്ട് ചെയ്തത്. ആള് മരിച്ചുപോയി ഒരു വർഷം മുന്നേ. ആൻഡ് ആൾക്കാണ് കോള് വന്നത്, ഒരു പയ്യനെ വേണം എന്നുള്ള രീതിയിൽ. അപ്പം ഫോട്ടോ അയച്ചു കൊടുത്തു. കണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചു, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒഡീഷന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒഡീഷന് പോയി. ആൻഡ് ഒഡീഷന് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു ബസ് സാറ് ചെയ്തു. പടത്തിലത്തെ സീൻസ് ഒക്കെയാണ് അഭിനയിച്ച് കാണിപ്പിച്ചത്. ആദ്യം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു, എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞു. കുറച്ച് 5 മിനിറ്റ് ചോദിച്ചു ഞാൻ. എന്നിട്ട് ആലോചിച്ചു, ഒന്ന് പ്രിപ്പയർ ആവാൻ ഒന്ന് ആലോചിച്ചു. പെട്ടെന്ന് മനസ്സിൽ വന്നത് ഒരു ജയിൽ പുള്ളീന്റെ കഥ ഉണ്ടാക്കി. ഒരു പീസ്, ഒരു ആക്ടിങ് പീസ് പോലെ. ഞാനൊരു ജയിൽ പുള്ളി, എന്റെ അമ്മേനെ കൊന്ന കുറ്റത്തിനാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. എന്നെ ജയിലിൽ അടച്ചത്. ശരിക്കും ഞാൻ അമ്മേനെ കൊന്നിട്ടില്ല. ഇല്ല, അത് ഇൻട്രോഗേറ്റ് ചെയ്യാൻ തന്നെ പോലെ ഒരു ആളെ ഇൻട്രോഗേറ്റ് ചെയ്യാണ്. അത് ഞാൻ ബ്ലസ്സി സാറാണ് ഇൻട്രോഗേറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ സങ്കല്പിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ പറയാം, എന്റെ അമ്മേനെ കൊന്നത് ഞാനല്ല, എന്റെ അമ്മേനെ കൊല്ലം എന്നെ കൊണ്ട് പറ്റുമോ, അതല്ല, ഇങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള എന്തോ ഒരു സംഭവം ഞാൻ ചെയ്തു. അപ്പോ സ്പോട്ട് കലക്കി. അങ്ങനെ ചെയ്തപ്പോ ബ്ലസ്സി സാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പിന്നെ എന്തെങ്കിലും ഇതിനു മുന്നേ പ്രയറായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നാടകങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു സീൻ അഭിനയിച്ച് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. സിനിമയിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീൻ ഉണ്ട്, എനിക്കറിയാം, ഞാൻ പറയുന്നില്ല, സ്പോയിലർ ആവല്ലോ. അപ്പൊ ആ സീന് എനിക്ക് സ്ക്രിപ്റ്റ് തന്നിട്ട് അത് അഭിനയിച്ച് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അത് അഭിനയിച്ച് കാണിച്ചു. അപ്പൊ അവിടെ തന്നെ സ്പോട്ടിൽ ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു. ഒക്കെ ചെയ്തിട്ട് ബ്ലസ്സി സാർ പറഞ്ഞു ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. കൈയൊക്കെ കൊടുത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട്, സാറിന്റെ ഒപ്പം ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. കാരണം എപ്പോഴും നമ്മളെ ഒരു എന്താ പറയാ, സാറിന്റെ സിനിമകളൊക്കെ കാണുന്ന ഒരു ആളെന്ന് ഫാനാണല്ലോ. അപ്പോൾ സാറിന്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ചു പോയിട്ടൊരു 2 ആഴ്ച കഴിഞ്ഞ് ഈ പ്രാക്ടീസ്, ഞങ്ങളെ നാടകത്തിന്റെ ഒക്കെ പ്രാക്ടീസ്, കലാജാഥയുടെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഒരു കോളേജിൽ, വടകരയിലെ ഒരു കോളേജിൽ അത് അവതരിപ്പിച്ചിട്ട് നേരെ ബസ്സിൽ കയറി ഇരിക്കുക. അപ്പോഴാണെങ്കിൽ കോള് വരുന്നത്, ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറെ കോള് വരുന്നത്. സെലക്ട് ചെയ്തിട്ടുണ്ട്, വരിക, കോൺട്രാക്ട് ഒപ്പിടാൻ വേണ്ടി വരും, ബ്ലസ്സി സാർക്ക് തന്നെ കാണണം, കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് ബ്ലസ്സി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരു കോൺട്രാക്ട് ചെയ്യുന്ന സമയത്തെ ഇതൊരു യാത്രയാണ്. ഇതൊരു എന്താ പറയാ, ഒരു കപ്പല് ആടി ഒളിയുന്ന സമുദ്രത്തിൽ, തിരമാലകളൊക്കെ ഉള്ള സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന പോലെ ഒരു യാത്രയാണ്. ചിലപ്പോൾ പേമാരികൾ പെയ്തേക്കാം, ചിലപ്പോൾ കുറെ കഷ്ടതകൾ നിനക്ക് സഹിക്കേണ്ടി വന്നേക്കാം. ഇതിനൊക്കെ ഞാനുണ്ടാവും നിന്റെ കൂടെ, എല്ലാവരും നിന്റെ കൂടെ ഉണ്ടാവും. നീ ഉണ്ടോ ഈ യാത്രക്ക് എന്ന് ചോദിച്ചു. പിന്നെ എന്താ പറയാ, പിന്നെ സാർ ഞാനുണ്ട് ഈ യാത്രക്ക്, എനിക്കും വരണം ഈ യാത്രക്ക് എന്നുള്ള രീതിയിൽ. കാരണം സിനിമയിലേക്ക് എടുക്കാൻ പറ്റിയൊരു സംഭവം പോലെയായിരുന്നു അല്ലേ? അപ്പൊ എത്ര വയസ്സ്? 18 വയസ്സ്. 18 ആ സമയത്താണ് ഇത് കമ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ ഏതോ ഒരു പടം, ഒരു ചെറിയൊരു റോൾ അഭിനയിക്കും ഇല്ലേ? അത് ഏത് പടമായിരുന്നു? അത് ആകാശമിട്ടായി എന്ന് പറഞ്ഞൊരു സിനിമ. അതില് ഒരു ചെറിയൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇതിൽ ആദ്യം കമ്മിറ്റ് ചെയ്ത പടം അല്ല, അതിന് മുന്നേ റിലീസായ സിനിമയാണ്. ഇതിന് മുന്നേ, അത് കഴിഞ്ഞിട്ട് നേരെ ഈ ഓഡീഷന് പോയി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആണ്. അപ്പൊ എന്തായാലും ഒരു ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കി എടുത്തിരിക്കും. എനിക്ക് തോന്നുന്നത് ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ രാജേട്ടന്റെ ലെവലിലൊക്കെ എത്തും. ഹോപ്പ്ഫുള്ളി ഒപ്റ്റിമിസ്റ്റിക് ആണ്. അതെ, കാരണം ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് പടങ്ങളെ പറ്റി ഒരു അറിവുള്ള ഒരു മനുഷ്യന് മുന്നിലുള്ള ഇരിക്കണേന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്തായാലും നന്നായിട്ട് അടിപൊളി പോട്ടെ. ഇന്ന് റിലീസ് ആയിട്ടുള്ളൂ, ഇനി കുറെ കാലം ഓടാനുള്ള പടല്ലേ? അതെ, ഹോപ്പ്ഫുള്ളി അതും കുറച്ചധികം കാലങ്ങൾ ഓടി എല്ലാവരുടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി മുന്നേറട്ടെ എന്നുള്ളൊരു അതെന്തായാലും ഉണ്ടാവും. കാരണം എത്ര വർഷത്തെ കഷ്ടപ്പാടാ നിങ്ങളുടെ അല്ലേ? ഹാർഡ് വർക്കിനുള്ള ഫ്രൂട്ട് അതെപ്പോഴും കിട്ടുമല്ലോ എന്നുള്ള അങ്ങനെ ഒരു ടെല്ലിംഗ് ഉണ്ടല്ലോ. അപ്പൊ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പൊ. പ്രതീക്ഷ കിട്ടും, അതൊരു ഉറപ്പാണ്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും പോട്ടെ. ഒരുപാട് സന്തോഷം. കാരണം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടുന്നു, കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി.